Welcome to Alaami Kitchen. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത് ആട്ടിൻ ബോട്ടി റോസ്റ്റ്. ബോട്ടി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പണി അത് ക്ലീൻ ചെയ്യലാണ്. ഇതിപ്പോൾ കടയിൽ നിന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വാങ്ങിയതാണ്. പക്ഷെ അത് നോക്കുമ്പോൾ പണി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര പണിയായിപ്പോയി കിട്ടിയത്. കാരണം അത് ചെറിയ പീസാക്കിയിട്ട് അവർ കട്ട് ചെയ്തുകൊണ്ട് ഓരോ പീസ് എടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ട വന്ന്. സാധാരണ ഇങ്ങനെ വലിയ കുടലിൻ്റെ ഷേപ്പിൽ തന്നെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക, ഇത്ര പണിയില്ല. ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം പണി മാത്രമേ അതിലുണ്ടാവും. ഇതിപ്പം ചെറിയ ചെറിയ പീസ് ഓരോന്നും എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം കൊണ്ടുവന്ന ബോട്ടി നന്നായിട്ട് കഴുകിയെടുത്ത് അതിന് ശേഷം ഓരോ പീസ് എടുത്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ കുടൽ ഒരു മാല പോലത്തെ സാധനം ഉണ്ടാവും, അത് വേറെ ആക്കി. പിന്നെ അതിൻ്റെ പുറംതൊലി അത് വേറെ ആക്കി. അങ്ങനെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് കഴുകിയെടുത്തതാണ്. ഇതാണ് അതിൻ്റെ വേസ്റ്റ് വരുന്നത്. സാധാരണ ചിലപ്പോൾ ഹോട്ടലിൽ നിന്നല്ല ആ വേസ്റ്റ് അത് അങ്ങനെ കഴുകിയിട്ടായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഗോതമ്പ് പൊടി ഇട്ടിട്ട് കഴുകിയാൽ ബോട്ടി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അതിൻ്റെ ആ സ്മെല്ലും കളറെല്ലാം പോയിട്ട് നല്ല വെള്ള കളറിൽ നമുക്ക് കിട്ടും. നല്ലതുപോലെ കഴുകിയെടുത്താൽ അതിൻ്റെ ആ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കുട്ടികൾക്കെല്ലാം ചിലപ്പം കൂന്തൽ എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് ആട്ടിൻ്റെ ബോട്ടിയെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ. ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ആട്ടിൻ്റെ ബോട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരുപാട് ഒരു 2-3 മണിക്കൂറെങ്കിലും അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു അരിപ്പയിലിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞ് അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ 2-3 പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇത്രയും മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് ആ കുക്കാകുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാണ്ട് നമുക്ക് കുക്കാക്കിയിട്ട് എടുക്കാം. ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കണ്ട. നമ്മൾ അതിൽ തന്നെ വെള്ളം നല്ലോണം വെള്ളം വരും. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 വിസിലിന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൽ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴറ്റിയെടുത്താൽ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആ ചെറിയ തീയിൽ മുളക് പൊടി നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം, എന്നാലാണ് അതിൻ്റെ ഫ്ലേവർ വരുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തതാണ്, എന്നാലും കുറച്ചും കൂടി ഇതിൽ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. ഈ സമയത്തെല്ലാം തീ നന്നായിട്ട് കുറച്ച് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് വരാൻ. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ ആ വെള്ളം ഒഴിവാക്കിയിട്ട് ചെയ്തെടുത്താൽ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ബോട്ടിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളും തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ആ വെള്ളം ഒഴിവാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയതുകൊണ്ട് തന്നെ ഒട്ടും അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുറച്ചും കൂടി ഇതിൽ മുളകിൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം.
നല്ല ഡ്രൈ ആക്കിയിട്ട് കിട്ടണമെങ്കിൽ അടച്ചു വെക്കാണ്ട് തന്നെ നമുക്ക് വറ്റിച്ചെടുത്താൽ ഡ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഗ്രേവിയിലാണ് എടുത്തത്. ഇനി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടി റോസ്റ്റ് റെഡിയായി. ബോട്ടി കൂടുതൽ ആൾക്കാരും കഴിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പം വേവിക്കുന്ന സമയത്തും ഇതുപോലെ ഗരം മസാലയെല്ലാം ചേർത്തെടുക്കുന്നതാണെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് നമ്മൾ കൂന്തലാന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അവർക്ക് അത് മനസ്സിലാവുകയൊന്നും ചെയ്യില്ല. അവർ കൂന്തൽ പോലെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ബോട്ടി. അപ്പോൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബോട്ടിക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ മുഴുവനായിട്ട് വാങ്ങിയിട്ട് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇൻഷാ അല്ലാ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഒന്നുമില്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നാൽ ഒന്നാദ്യം വാഷ് ചെയ്യുക. എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ 1-2 മിനിറ്റ് ഇട്ട് വെക്കണം. എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും. ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ്. അതുപോലെ പൊറോട്ടൻ്റെ കൂടെയെല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.